ഇന്ന് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് തക്കാളി ചോറ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. എനിക്ക് ഞാൻ വലിയ ഉള്ളി, പച്ചമുളകും, വെളുത്തുള്ളി, ഇഞ്ചി, കടുകുമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അത് നല്ല മൂത്ത് വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇനി അത് നല്ല തക്കാളിയൊക്കെ നല്ല അതിൽ ഉടഞ്ഞ് ചേരണം കേട്ടോ. തക്കാളിയൊക്കെ ഉടച്ച് ചേർക്കുകയാണ്. പിന്നെ നല്ല മലയ്ക്ക് പോയവരൊന്നും വന്നിട്ടില്ല. അവരിന്ന് രാത്രി ഇതൊക്കെ നാളെ പുലർച്ചെ നമ്മളേക്ക് എത്തുമെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ല തിരക്കായിരുന്നു ശബരിമലയിൽ, നല്ല മഴയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ട്. പിന്നെ അതാട്ടോ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി അത് നല്ല ആ പച്ചമണമൊക്കെ മാറി കിട്ടണം കേട്ടോ. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ കുറച്ച് നേരം അങ്ങനെ മൂക്കണം. നല്ല അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷമാണ് ചോറിടാൻ പറ്റുള്ളൂ. പിന്നെ അതാണ്ടോ അതൊക്കെ നല്ല ഉടഞ്ഞ് ചേർന്നു, നല്ല മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞു കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാനുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചോറിടുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറ് തന്നെ കേട്ടോ, വേറെയുള്ള അരിയൊന്നുമല്ല, സാധാ ചോറ്. ഈ ചോറാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇനി നന്നായിട്ട് ഇളക്കണം കേട്ടോ. നല്ല നന്നായി ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ നല്ലോണം ഇത് കൂടെ നമുക്ക് ഈ തൈര് കൊണ്ട് ഉണ്ടാക്കുന്ന ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന തൈര് അങ്ങനെയും കഴിക്കാം. പിന്നെ അച്ചാറുണ്ടെങ്കിൽ അതും കൂട്ടാം കേട്ടോ. അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കടുമാങ്ങ അച്ചാറാണ് എടുത്തത് കേട്ടോ. കടുമാങ്ങ അച്ചാർ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതാണ് എടുത്തത് ഞങ്ങൾ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ തക്കാളി ചോറിലേക്ക് കടുമാങ്ങ അച്ചാർ കൂട്ടി കഴിക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.